മദ്യലഹരിയിൽ കൈക്കുഞ്ഞുമായി ആനപ്പാപ്പാനാണ് അഭ്യാസപ്രകടനം നടത്തിയത്. 5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ആനയുടെ കൊമ്പിൽ ഇരുത്തി. ഇതിൻ്റെ കുഞ്ഞ് കയ്യിൽ നിന്ന് വഴുതി ആനയുടെ അടിയിലേക്ക് വീണു എന്നതും അവിടെ നിന്ന് രഘു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയുടെ പാപ്പാനായ കൊട്ടി സ്വദേശിയ അഭിലാഷാണ് സ്വന്തം കുഞ്ഞുമായി ഈ സാഹസത്തിന് മുതിർന്നത്. അതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ദൃശ്യങ്ങളും അല്പസമയത്ത് ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയ്ക്ക് മുന്നിലാണ് അഭ്യാസ പ്രകടനം. കൊട്ടിയം സ്വദേശിയായ പാപ്പാൻ അഭിലാഷാണ് സ്വന്തം കുഞ്ഞുമായി ഒരു സാഹസികത നടത്തിയത് എന്നതാണ് അവിടെ നിന്ന് വരുന്ന വാർത്തയിൽ നിന്ന് സൂചിപ്പിക്കുന്നത്. രഘുനാഥാനൻ, രഘു എത്രത്തോളം ഗൗരവതരമാണ്? സാധാരണ നിലയിൽ ഇപ്പോൾ ആനയുടെ അടിയിലൂടെ കുഞ്ഞിനെയും കൊണ്ടുപോവുക, ഇപ്പോൾ ഭയം മാറ്റാൻ എന്നൊക്കെ തരത്തിൽ നാട്ടിൽ അത്തരം ചില ആചാരമോ അനാചാരമോ നേരത്തെയൊക്കെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇത് കുഞ്ഞിൻ്റെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്കുള്ളൊരു സാഹസികതയായി പോയിട്ടുണ്ടോ? അങ്ങനെ വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. രതീഷ് പറഞ്ഞതുപോലെ നാട്ടിൻപുറങ്ങളിലും അല്ലെങ്കിൽ ടൗണുകളിലും ഒക്കെ ഉണ്ട്. ഈ ആന വരുമ്പോൾ കുഞ്ഞിൻ്റെ പേടി മാറ്റാൻ വേണ്ടി പാപ്പാന്മാർക്ക് ചെറിയൊരു പൈസ നമ്മൾ കൊടുത്തിട്ട് കുഞ്ഞിനെ ഈ പാപ്പാൻ കയ്യിൽ വെച്ചിട്ട് ഈ ആനയുടെ അടിയിലൂടെ ഒക്കെ കൊണ്ടുവരുന്ന കറങ്ങി വരുന്ന ഒരു രീതി സാധാരണ നിലയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. അതിനൊന്നും രതീഷ് പറഞ്ഞതുപോലെ ചിലപ്പോൾ അവിശ്വാസമായിരിക്കാം. എന്തായാലും അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇതൊരു ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് വരാനും വിവാദമാകാനുമുള്ള ഒരു കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ 3 പാപ്പാന്മാരുണ്ട്. ആ 3 പാപ്പാന്മാർക്കും മര്യാദയ്ക്ക് നിൽക്കാൻ പോലും ആകാത്ത അവസ്ഥയിലാണ്. അത്രമേൽ ലഹരി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അഭിലാഷിൻ്റെ അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടാകുന്നത് ഇന്നലെയാണ്, ഞായറാഴ്ചയാണ്. ഈ അഭിലാഷിൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ് അവിടെ ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുകയും അതിനുശേഷം കുഞ്ഞിനെ ഇവിടെ ആനത്താവളത്തിലേക്ക് കൊണ്ടുവരികയുമാണ് ചെയ്തത്. അതിനിടയിലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം ഭയമുണ്ടാക്കുന്ന, എത്രത്തോളം ദുഃഖമുണ്ടാക്കുന്ന ദൃശ്യമാണ് കാണുന്നത്. ആ കുഞ്ഞ് ആ ആന നിൽക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ ആനയുടെ തുമ്പിക്കൈ അടിയിലേക്ക് വഴുതി വീഴുകയാണ്. ഈ സ്കന്ദൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 31-ാം തീയതി 2 പാപ്പാന്മാരെയാണ് സ്കന്ദൻ ആക്രമിച്ചത്. അതിൽ ഒരാൾ മരിക്കുകയും ഒരാൾ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ആശുപത്രിയിൽ വീട്ടിൽ ചികിത്സയിൽ തുടരുകയുമാണ്. അതായത് അക്രമകാരിയായ ഒരു ആനയാണ്. അങ്ങനെ ഒരു ആനയ്ക്ക് മുന്നിലേക്കാണ് ഈ ചെറിയ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത്. എപ്പോഴും അക്രമം ഉണ്ടാക്കുന്ന ഒരു ആനയല്ല സ്കന്ദൻ. പക്ഷേ ഈ അക്രമത്തിൻ്റെ ഒരു സ്വഭാവം അവൻ ചിലപ്പോഴെങ്കിലുമൊക്കെ കാണിക്കാറുണ്ട്. അത് പലപ്പോഴും അവനെ ഈ ആക്രമിക്കുന്ന അല്ലെങ്കിൽ അവനെ വലുതായി പീഡിപ്പിക്കുന്ന ആനപ്പാപ്പാന്മാരെ പലപ്പോഴും ആക്രമിക്കാറുണ്ട്. ഈ പാപ്പാന്മാരും ഇതേ രീതിയിൽ കഴിഞ്ഞ 1-2 മാസമായി ആനയെ പീഡിപ്പിക്കുന്നുവെന്ന് പരാതിയുണ്ട്. അവിടുന്ന് ഉപദേശക സമിതി നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വാർത്ത ചെയ്തത്. കാരണം ഓഗസ്റ്റ് 31-ാം തീയതി ആനയെ തളച്ചതാണ്. അതിനുശേഷം ഇതുവരെ അതിനെ അഴിച്ചിട്ടില്ല. കെട്ടിയ സ്ഥലത്ത് തന്നെ നിർത്തിയാണ് അതിന് ആഹാരവും മറ്റും കൊടുക്കുന്നതെന്നുള്ള വാർത്ത നമ്മൾ ഒരു മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ അവസ്ഥയിലുള്ള ആനയുടെ മുമ്പിലാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. ഒരു പക്ഷേ ആന അവരുമായിട്ട് ഇണങ്ങി എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷേ അപ്പോഴും ഇത്രമേൽ അതൊരു 5 മാസം പ്രായമുള്ള ചോറൂണ് കൊടുക്കുന്ന 5-6 മാസം പ്രായമുള്ള കുട്ടികൾക്കാണ് ആ കുട്ടിയുമായി വരികയും അതിൻ്റെ മുമ്പിലേക്ക് ആ ആന അബദ്ധത്തിൽ ഒന്ന് അനങ്ങിയാൽ പോലും അല്ലെങ്കിൽ അബദ്ധത്തിൽ ഒന്ന് കാലെടുത്ത് വെച്ചാൽ പോലും ആ കുഞ്ഞിൻ്റെ ദേഹത്തേക്കായിരിക്കും വീഴുന്നത്. അവിടെയുള്ളായിരുന്ന നാട്ടുകാരൊരാൾ പറഞ്ഞത് ആനയ്ക്ക് വിവേകമുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ആന ഇത്തിരി ചിന്തിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകുന്നത്. അഥവാ രതീഷ് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചീത്തപ്പേരും ഇപ്പോൾ നിലവിൽ പാപ്പാനെ കൊന്ന് അവിടെ ചട്ടം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കന്ദനുമേലാവുമെന്നാണ് അവിടുത്തെയുള്ള ആനപ്രേമികളൊക്കെ പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല. പക്ഷേ ഇത്തരത്തിൽ സ്വന്തം കുഞ്ഞിനെ എന്ത് മാനസികാവസ്ഥയിലാണ് ഇത്തരത്തിൽ കൊണ്ടുവരികയും വളരെ അലക്ഷ്യമായി നമ്മളെന്താ ഒരു പഴമൊക്കെ കൊടുക്കുന്നത് പോലെ ആനയ്ക്ക് ആഹാരം വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് അത്രമേൽ ലാഘവത്തോടു കൂടിയാണ് സ്വന്തം കുഞ്ഞിനെ അയാൾ കൈ വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ആ കുഞ്ഞ് താഴേക്ക് വീഴുന്ന നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. 5-6 മാസം പ്രായമുള്ള ചോറൂണ് സമയത്തെ കുഞ്ഞ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴുത്തുപോലും നേരെ ഉറച്ചിട്ടില്ല. തലയിൽ നമ്മളൊരു സപ്പോർട്ട് കൊടുത്താണല്ലോ കുഞ്ഞിനെയൊക്കെ ആ പ്രായത്തിലെടുക്കാറ്. ഇത് അങ്ങനെ പോലുമില്ല. രഘു, ഈ കുഞ്ഞിനൊപ്പം അതിൻ്റെ അമ്മയും മറ്റു ബന്ധുക്കളുമാരും ഉണ്ടായിരുന്നില്ലേ? എങ്ങനെയാണ് ഇവർ മദ്യപിച്ച് ഈ കുഞ്ഞുമായി ആനയുടെ അടുത്തേക്ക് പോയത്? മറ്റാരും ഉണ്ടായിരുന്നില്ലേ?
നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം കുഞ്ഞിൻ്റെ ചോറൂണുമായി ബന്ധപ്പെട്ട് ഇവരുടെ ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് തന്നെ ഒരു പക്ഷേ ആ ചോറൂണിൻ്റെ ആഘോഷ തിമിർപ്പിലായിരിക്കാം രാവിലെ മുതൽ തന്നെ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചത്. പക്ഷെ അത് കുറച്ച് അമിതമായി പോയി എന്ന് നമുക്ക് അവരുടെ ഒരു പെരുമാറ്റത്തിൽ നിന്നും അവരുടെ ഒരു പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം ആ കുഞ്ഞിനെ എടുത്തിരിക്കുന്നത് നോക്കൂ, എത്ര അലക്ഷ്യമായിട്ടാണ്. രതീഷ് പറഞ്ഞതുപോലെ 5-6 മാസം നമ്മൾ കൈക്കുഞ്ഞെന്നൊക്കെ വിളിക്കുക. എത്രമേൽ ഒരു ശ്രദ്ധയോടുകൂടിയാണ് ഈ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളെ എടുക്കുക. സാധാരണ നിലയിൽ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ എടുക്കില്ല. കാരണം പെടലി ഉറയ്ക്കാത്ത പ്രായമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രമേൽ പേടിച്ചൊക്കെ കുട്ടികളെ എടുക്കുന്ന ഒരു പ്രായത്തിലാണ് സ്വന്തം കുഞ്ഞുമായി മദ്യം എത്രത്തോളം ആ മനുഷ്യന്റെ ബോധത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ഈ ഒരു അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ആന, ഇയാള് ദേവസ്വം ബോർഡിന്റെ പാപ്പാനല്ല, അവിടെ ദേവസ്വം ബോർഡ് നിയമിച്ച ഒരു പാപ്പാൻ അയാളുടെ സഹായത്തിനായി വിളിച്ചു വരുത്തിയതാണ് ഇയാളെ. അവിടെ നിന്നത്തെ നാട്ടുകാർ പറയുന്നതാണ്. കാരണം ഈ ആനയെ അതിരൂക്ഷമായി ഇവർ ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി മർദ്ദിക്കാറുണ്ട്. ആ മർദ്ദിക്കുമ്പോൾ പലപ്പോഴും നാട്ടുകാർ ഇടപെടുകയും പോലീസിനെ വിളിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ദേവസ്വം ബോർഡിന്റെ പാപ്പാന്മാരായതുകൊണ്ട് അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള രീതിയിൽ ഇവർ പരാതി കൊടുക്കുകയും ഈ നാട്ടുകാർക്ക് ഈ വിഷയത്തിലൊന്നും ഇടപെടാൻ വേണ്ടി കഴിയാതിരിക്കുകയും ചെയ്യും. അതായത് ആനയോട് കാണിക്കുന്ന അത്രയും ക്രൂരത തന്നെയാണ് ഈ കുഞ്ഞിനോടും ഇപ്പോൾ ആ സ്വന്തം അച്ഛൻ കാണിച്ചിരിക്കുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി. കാരണം ഞാൻ ആദ്യം പറയുന്നത് പോലെ തന്നെ ഒരു അപകടം ഉണ്ടാകാതിരുന്നത് ആ കുഞ്ഞിന്റെ ഭാഗ്യം കൊണ്ടാണ്, ഒരു പക്ഷേ ആനയുടെയും കൂടി ഭാഗ്യം കൊണ്ടാണ്. പലപ്പോഴും ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന ഒരാളെ കൊന്നതിന് ശേഷം ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ആന ഒരാളെ ഓഗസ്റ്റ് 31-ാം തീയതിയാണ് ആക്രമണം ഉണ്ടാകുന്നത്. ഇതിനുശേഷം ആനയെ ഇതുവരെ ആ ചങ്ങലയിൽ നിന്ന് അഴിച്ചിട്ടില്ല. കാരണം അഴിക്കാൻ ഭയമാണ്. ഒരുപക്ഷെ അവൻ വീണ്ടും അക്രമം കാണിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൊണ്ട് അഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ 2-3 പാപ്പാന്മാരെ നിയമിക്കാനുള്ള ദേവസ്വം ബോർഡിന്റെ അലംഭാവം കൊണ്ട് ആ ആനയെ അഴിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് തന്നെ ഈ ആന അറിഞ്ഞോ അറിയാതെയോ ആ കുഞ്ഞിന്റെ ദേഹത്തേക്കോ അല്ലെങ്കിൽ ആ തുമ്പിക്കൈയോ മുൻപിലത്തെ കാലോ വല്ലതും ഒന്ന് വെച്ചിരുന്നെങ്കിൽ എന്താണെന്ന അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ ആ പ്രാദേശികമായി ആ ആനയ്ക്ക് വലിയ ഒരു ഫാൻ ബേസ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ഹരിപ്പാട് വലിയ മഹാക്ഷേത്രമാണ്. ഒരുപാട് കരകൾ ഒക്കെ ഉള്ള അമ്പലം. അവിടുത്തെ ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ആ ആളുകൾ പറയുന്നത് ആ ആനയുടെ ഒരു ഭാഗ്യം കൊണ്ടാണ് ഈ കുട്ടിക്കൊന്നും സംഭവിക്കാത്തതാണ്. ഒരുപക്ഷെ അതുകൊണ്ടുകൂടിയായിരിക്കാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഭാഗ്യം കൊണ്ടുകൂടിയായിരിക്കാം വലിയ ഒരു ഗുരുതരമായ ജീവന് ആ നിമിഷത്തിൽ ഹാനി പറ്റുന്ന രീതിയിൽ ഒരു അപകടം ഉണ്ടാകാതെ. ശരി, ആനയും ഭയപ്പെട്ടാണ് നിൽക്കുന്നത്. നമുക്ക് കാണാം, ആനയെ ചട്ടം പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആനയെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായുള്ള വടി ഉൾപ്പെടെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ആന ഭയപ്പെട്ട് നിൽക്കുകയാണ്. ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു ആന, അതിൻ്റെ ഒരു കുഞ്ഞ്, കഴുത്തുപോലും ഉറച്ചിട്ടില്ലാത്തൊരു ചെറിയ കുഞ്ഞ് അതിൻ്റെ തുമ്പിക്കൈയിൽ നിന്ന് കുമ്പിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ് ആ ദൃശ്യങ്ങളിൽ ഉള്ളത്. വലിയ സാഹസമാണ്. കുഞ്ഞിന് ജീവൻ തിരിച്ചു കിട്ടിയതേ മഹാഭാഗ്യമാണ്. എന്താണ് ഈ ക്ഷേത്രത്തിൽ അവിടെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട നടക്കുന്നത് എന്നത് അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഇപ്പോൾ